സിനിമയെ സംബന്ധിച്ച് ആരെന്താകും എന്താവും ഒന്നും പറയാൻ പറ്റത്തില്ല. സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ അത്. ജോജു പോലെ ഞാൻ എന്നെ എപ്പോഴും ജോജു എപ്പോഴും പറയും. ഷാജോൺ, ഞാൻ ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഹിറ്റ്ലർ ബ്രദേഴ്സ് അല്ല, മൈ ഡിയർ കരടി. അപ്പോൾ ഞാൻ അതിനകത്ത് മെയിൻ വില്ലനാണ്. അപ്പോൾ അതിൽ സർക്കസ് കൂടാരത്തിൽ ശരിക്കും ഷാജോൺ കരടിയായിട്ട് അഭിനയിക്കാൻ വന്നു. ഡ്യൂപ്പ് മണിയാണ്. മണിക്ക് ഡ്യൂപ്പായിട്ട് ആ വേഷത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ എല്ലാം മണിയാണെന്ന് ഓർക്കുള്ളൂ, പക്ഷേ ഞാൻ ഷാജോണായിട്ടാണ്. അപ്പോൾ അന്ന് സന്ധ്യമോഹൻ പറഞ്ഞു, പിന്നെ അഭിനയിക്കാൻ പറഞ്ഞു ബൈച്ചേട്ടൻ്റെ കൂടെ റോളുണ്ട്, ബൈച്ചേട്ടൻ്റെ ഗുണ്ടയായിട്ട് ഒരു റോൾ. അപ്പോൾ എൻ്റെ റൊസാരിയോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കൂട്ട് ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ഒരാളുണ്ട്, ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പോൾ ഷാജോൺ പോയി, ചേട്ടാ ഒരു ഡയലോഗ് പറഞ്ഞ് മേടിപ്പിച്ച് ചേട്ടാ. ഞാൻ പറയടാ, ഉദയനൊക്കെ നമ്മുടെ അത്രയും വലിയ ബന്ധമാണ്, ഞാൻ മേടിച്ചുതരാടാ, നമുക്ക് മേടിച്ചുതരാം. അപ്പോൾ ഞാൻ പിന്നെ ആലോചിക്കും, ഞാൻ അവന് ഡയലോഗ് മേടിച്ചു കൊടുത്തു, ഷാജോൺ എന്തോരം ഇതിലവൻ കരിയറിലവൻ കയറിപ്പോയി എന്നല്ല. അതുപോലെ ജോജുവൊക്കെ നമ്മൾ ഞാൻ ഫ്രൈഡേ ചെയ്യുമ്പോൾ ഇതുപോലെ ചെമ്പൻ, അന്ന് ചെമ്പൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ബാംഗ്ലൂരൊക്കെ ചെന്നാൽ നമ്മുടെ ബൈച്ചേട്ടനാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു കിടക്കും ബാംഗ്ലൂര്. ഫ്രൈഡേയിൽ എന്നേക്കാൾ ചെറിയ റോളാണ് ചെയ്തിരിക്കുന്നത്, ചെറിയ റോളാണ്. പക്ഷേ ചെമ്പനൊക്കെ എല്ലാവരും ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മളിപ്പോഴും ഇങ്ങനെ ഉണ്ട്, ഇവിടെ ഉണ്ട് എപ്പോഴും പറയും. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ അതിലെനിക്ക് പരിഭവമോ ഒരിതോ ഒന്നുമില്ല, ഞാനപ്പോൾ ഓക്കെ ഹാപ്പിയാണ്. പക്ഷേ നമ്മളിങ്ങനെ സ്റ്റഡിയായിട്ട് പോകുന്നുണ്ടല്ലോ, ഒരു വർഷം പോലും ഒരു സിനിമയില്ലാത്ത ഈ 36 വർഷത്തിൽ ഒരു വർഷം പോലും സിനിമയില്ലാത്ത വർഷമില്ല. ഇന്ന് പല വലിയ നടന്മാർ പോലും സിനിമയില്ലാണ്ട് ഫ്രസ്ട്രേഷൻ അടിച്ച് ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുന്ന ഒരുപാട് നടന്മാരെ എനിക്കറിയാം. ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവന്മാരൊക്കെ വിളിക്കുമല്ലോ. അങ്ങനെ എന്നെ സംബന്ധിച്ച് അത് ട്രാഫിക്കിനകത്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ലിസ്റ്റിൻ എന്ന് പറയുന്ന അവൻ്റെ ഒരു കരിയർ സ്റ്റാർട്ടിങ് മുതലുള്ള ഒരാളാണ്. കോട്ടയത്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്ന സമയത്ത് എന്നെ വന്ന് കാണിയും. അന്ന് ഞങ്ങൾ തമിഴ് പടം കളിക്കില്ല തിയേറ്ററിൽ, പിന്നെ മലയാള പടം തന്നെ കളിക്കാൻ തീരാത്ത അത്രയാണ്. എൻ്റെ അടുത്ത് ചേട്ടാ ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്, കോട്ടയം എടുത്തിട്ടുണ്ട്, ചേട്ടൻ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അവനൊരു ഇഷ്ടം തോന്നി. അങ്ങനെ വീട്ടിൽ വരും, ഫുഡ് കഴിക്കും. അപ്പോൾ വൈഫായിട്ടൊക്കെ എല്ലാം നല്ല ബന്ധമായി. അങ്ങനെ അവൻ ഫസ്റ്റ് ഞാനാണ് ലിസ്റ്റിൻ്റെ വീട്ടിൽ പോയിട്ട്, അവൻ്റെ ഫാദർ അന്ന് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുക, അമ്മയ്ക്ക് സുഖമില്ല, ചെറിയ വീടാണ്. അവിടെ ചെന്നിട്ട് ഞാനാണ് അവരപ്പനോട് പറയുന്നത് അവൻ സിനിമയിൽ. അന്ന് അവർക്കൊരു ഉഴവൂർ ചെറിയൊരു ട്രാവൽ ഏജൻസിയുടെ ഇത് മാത്രമേ ഉള്ളൂ അവന് ഈ കോട്ടയം ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ കണ്ട ഞാൻ ഫസ്റ്റ് ഷാജി അസീസും പിന്നെ ഒരു പടത്തിന് ഞാനാണ് ഫസ്റ്റ് അപ്പൻ്റെ നിന്ന് ചെക്ക് വാങ്ങിയിട്ട് ഇവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷാജിക്കും, നജീം കോയ റൈറ്റർ, നജീം പിന്നെ പടം ചെയ്തു. ആ പടം വരുന്നു ലാഫിംഗ് വില്ല എന്ന് പറഞ്ഞ പടമാണ് ഇവൻ ആദ്യം ചെയ്യാനിരുന്നത് വെച്ചാൽ. പിന്നെ അതിന് ശേഷം ഞാൻ സിനിമയിലുള്ള ഓരോരുത്തരുടെ ടേക്ക് ഓഫ് ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ കരിയറിൽ. എൻ്റെ പടത്തിന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലായിരുന്നു അൻവർ റഷീദ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ടേക്ക് ഓഫ് ഞാൻ കണ്ട്, നമ്മളിങ്ങനെ പോകണമെങ്കിലും ഓരോരുത്തരിങ്ങനെ പോകുമ്പോൾ നമ്മൾ കണ്ട് നമ്മൾ അതിൽ സന്തോഷിക്കുന്ന ആളാണ്. സുന്ദർ ബഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ ജോസ് തോമസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ആ സിനിമയിൽ. അപ്പോൾ ലിസ്റ്റിൻ ഇവിടം സ്വർഗമാണ് ഷൂട്ട് അടക്കുമ്പോൾ ഞാൻ പറയടാ ഷൂട്ട് അടക്കുന്നുണ്ട്, നീ വരുന്നോ? അപ്പോൾ അവൻ ഒഴുവൂരും തൊടുപുഴ വരും. അങ്ങനെ റോഷനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അന്ന് ഞങ്ങൾ ഫുഡ് ഷൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ എവിടെ നല്ല പൊറോട്ടയും ബീഫും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ചേട്ടാ പൊറോട്ടയും ബീഫും അവിടെ അടിപൊളി കിട്ടും കേട്ടോ, നീ പോയി പൊറോട്ടയും ബീഫും മേടിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റിൻ ഉടനെ പോയിട്ട് അവൻ പൊറോട്ടയും ബീഫൊക്കെ ഇട്ടിട്ട് അവിടെ വന്നിരിക്കുക. അവൻ സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആലോചിക്കുകയാണ്, ആ പൊറോട്ട ബീഫ് മേടിച്ചുകൊണ്ടുവന്ന് കൊടുത്തവനെ വെച്ചിട്ട് തന്നെ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ലിസ്റ്റിൻ റോഷൻ ആൻഡ്രൂസിനെ വെച്ചിട്ട് മഞ്ജു വാര്യർ പടം പ്രൊഡ്യൂസ് ചെയ്തു. ഇന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്രയും തിയേറ്ററിൻ്റെ ഓണർ. എൻ്റെ ഒരു തിയേറ്ററിൽ ഒരാഴ്ച തമിഴ് പടം കയറ്റി തരുമോ എന്ന് ചോദിച്ചവൻ, എനിക്കിന്ന് 3 തിയേറ്റർ ഉണ്ടെങ്കിൽ ഇന്ന് അവന് 60-70 സ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ സിനിമയിൽ ആരെയും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. എങ്ങനെ ഒരാൾ ടേക്ക് ഓഫ് ആയി പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. റോഷൻ ആൻഡ്രൂസ് ബൈജു കൊട്ടാരക്കര എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഫസ്റ്റ് വരുന്നത് ഞാൻ അഭിനയിക്കുന്ന വംശം എന്ന് പറയുന്ന സിനിമയിലാണ് റോഷൻ. അതിനുശേഷമാണ് കമലിൻ്റെ അടുത്ത് പോവുകയും ഉദയനാണ് താരമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയാം. അപ്പോൾ അന്ന് സിനിമയിൽ ഇതുപോലെയാണ്. സിനിമയിൽ
കാശുള്ളവനോ കാശില്ലാത്തവനോ അല്ലെങ്കിൽ വലിയ പ്രഭുവിൻ്റെ മോനോ ഒന്നുമല്ലാത്ത ഒരു സാധനമുണ്ട്. അത് വേറെ സാധനമാണ്. അതിലേക്കൊരു ടൈം വന്നാൽ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഒരു ടേക്ക് ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ ആസ് ഒരു ഹീറോനെ പോലെ ബൈജു എഴുതുന്ന ഓഡിയൻസിൻ്റെ മുമ്പിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്ടനായകനാവുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പ്രീ പ്ലാൻഡ് ആണ്. എനിക്ക് അങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയാൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ വെൽ പ്ലാൻഡ് ആണ്. 13-ാം തീയതി മുതൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ വെൽ പ്ലാൻഡ് ആണ്. നമ്മൾ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഒരാളെ ഒരു ഇഷ്ടനായകനാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇഷ്ടനായകനാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാൻ പാടില്ല. ഒരാളുടെ കാര്യം പറയുന്നത് ഇഷ്ടം അതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. ഞാനൊരു വിവാദമാകാനുള്ള പരിപാടികളല്ല. ഞാൻ പറയും രാഷ്ട്രീയം പോലും പരസ്യമായിട്ട് പറയാൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് മാറ്ററാണ്. എനിക്ക് രാഷ്ട്രീയമുണ്ട്. നമ്മൾ പോയിട്ട് വോട്ട് കുത്തുന്ന ഇതൊന്നും കാണിച്ചിട്ടല്ല. എനിക്ക് ആർക്ക് വേണമെങ്കിലും കുത്താം. CPM കുത്താം, കോൺഗ്രസിന് കുത്താം, BJPക്ക് കുത്താം. അത് എനിക്ക് മാത്രമാണ്. അത് ഇഷ്ടനായകനായതുകൊണ്ടാണ് പറയുന്നത്. ഇഷ്ടനായകനായതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പോസ്റ്റിലെത്തിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവിടെ എത്തത്തില്ല. എനിക്ക് 1 കോടി വാങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 1 ലക്ഷം വാങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ പറയും എല്ലാവരും, നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരാൾ ഈ പറയുന്ന 100 പേരല്ല 1000 പേര്, ഈ 1000 പേര് ചിന്തിച്ചാൽ ഇപ്പോൾ ആരുന്നാളെ നായകനും ആകത്തില്ല, തള്ളി ദൂരെ കളയും. അപ്പോൾ അവർക്ക് എന്താവണം എന്നുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ആയാൽ എനിക്ക് അവനെക്കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടാവും. ഒരു അപ്പൻ എന്നുള്ള നില എൻ്റെ മോൻ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണം ഇങ്ങനെ ആവണം എന്നൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം പൂർത്തീകരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാനുള്ള പല കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്. ഞാനത് 100% ഞാൻ ചെയ്യും. അത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അതെന്തൊക്കെയാണെന്നുള്ള ഞാൻ പറയില്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ ഫിലിമില് പല രീതിയിൽ പോവാം, ടേക്ക് ഓഫും ചെയ്യാമല്ലാണ്ടാവാന്നൊക്കെ. അപ്പൊ ഈ ഇൻഡസ്ട്രി ആയിട്ട് പരിചയമുള്ളവർ ചിലവർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഗോസിപ്പാട്ടോ. അത് ചേട്ടൻ പല പ്രൊഡ്യൂസേഴ്സിനൊക്കെ ചേട്ടൻ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല ഇതിനും വേണ്ടിയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ വലിയ റോളൊക്കെ മുപ്പലേക്ക് വാങ്ങിച്ചെടുക്കാം, പക്ഷെ വേണ്ട ജസ്റ്റ് ചെറിയ റോൾസിൽ ഹാപ്പി ആയിട്ട് പോകും. അങ്ങനെ ഒരു അങ്ങനെയാണോ അത് നേച്ചർ? അല്ല, ഞാനൊരു വലിയ ഞാൻ സിനിമയുടെ പേര് പറയാം. വലിയ ഹിറ്റായ സിനിമ ആണ്. ഒരു ഹിറ്റായ സിനിമയിൽ അതിൻ്റെ റൈറ്ററും ഡയറക്ടറും പറയുകയാണ്, ഇത് ബൈജു, ഈ ക്യാരക്ടർ ബൈജു ആണ് ചെയ്യാൻ പോകുന്നത്, വണ്ണം വയ്ക്കണം, നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ക്യാരക്ടറിലോട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞു അത് ഒരു നായകൻ പറഞ്ഞു അത് വേണ്ട, പുള്ളിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റി തന്നെ. എനിക്ക് അപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ചിലപ്പോൾ എനിക്ക് അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പറയും, ചിലപ്പോൾ പിന്നെ ഈ പറയണ ഇപ്പോൾ ഞാൻ കയറാമ്പോൾ ചിലപ്പോൾ നേരെ ആ സമയത്ത് ആയിരിക്കാം. പക്ഷേ എന്നെ കരുതുന്ന ഒരുത്തനുണ്ടല്ലോ, എല്ലാവരിലും അവർക്ക് ഓരോ വിശ്വാസങ്ങൾ. എന്നെ കരുതുന്ന ഒരുത്തൻ നിനക്ക് ആയിട്ടില്ല, പോട്ടെ, സാരമില്ല. എപ്പോഴും ഞാൻ തമാശക്കാണെങ്കിൽ പോലും പറയും, ഇത്രയും സിനിമകൾ നിങ്ങൾ കൊണ്ടായി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ അവാർഡൊക്കെ എനിക്ക് അവാർഡ് വേണ്ട, ഞാൻ വാങ്ങാൻ പോകുന്ന അവാർഡ് ഓസ്കാറാന്ന് ഞാൻ പറയും. അത് എൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടിരിക്കുന്നതാണ്. എനിക്ക് വേണ്ട, എനിക്ക് അവാർഡ് വേണ്ട, ഞാൻ ഓസ്കാർ അവാർഡ് വാങ്ങും എന്നുള്ളത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ്. പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു സാധനം വന്ന് നമ്മൾ പെർഫോം ചെയ്യണം. അതിനൊക്കെയുള്ള ഇതെല്ലാം ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഈ പറഞ്ഞ പോലെ ആ റോള് ഈ റോള് എൻ്റെ ടൈം വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരു 60 വയസ്സിലും 70 വയസ്സിലും ഒക്കെ ഓസ്കാർ വാങ്ങിയ വലിയ മഹാരഥന്മാരായിട്ടുള്ള ലെജൻസുകളുള്ള ലോകമാണ് ഇവിടെ. നമുക്കും അതിലേക്ക് നടന്ന് അടുക്കാനൊക്കെ ഈസിയാനുള്ള വേദികളുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആക്ടറെ സംബന്ധിച്ചത് ക്യാമറയുടെ മുമ്പിൽ ഭാഷ എന്നുള്ള ഇതില്ല, ആൾ പെർഫോം ചെയ്യുക അല്ലേ. മലയാളത്തിലും ഇപ്പോൾ കൊറിയൻ പടങ്ങളൊക്കെ നമ്മൾ കാണുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നു, ഭാഷ അറിഞ്ഞിട്ടാണോ? അല്ല. അപ്പോൾ അതിൽ കാര്യമില്ല. ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഐ ആം ഹാപ്പിയാണ് എനിക്ക്. പക്ഷേ എൻ്റെ ഒരു ടൈം 300 സിനിമ ഞാൻ 1ാമത്തെ സിനിമയാണ് കൂടോത്രം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. കൂടോത്രത്തിന് മുമ്പും കൂടോത്രത്തിന് ശേഷം ഞാൻ എന്നെ ഇത് ചെയ്തിരിക്കുന്നതാണ്. അത് ഫൈനലാണ്. അത് അവിടെ എത്തിച്ച് തന്നിട്ടുണ്ട് എൻ്റെ ദൈവം. അതിന് ഈ പറയുന്നതിന് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. സീരിയസ്ലി ഞാൻ മരണം വരെ എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നു, പക്ഷേ ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് പോവില്ല. കാര്യം എന്തുകൊണ്ട് പോകാത്തതെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ പോകാത്ത.
കലാകാരൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിന് ഭയങ്കര ഒരു ഇത് ഞാൻ കൂട്ടും. ദൈവം എന്നെ കലാകാരനായിട്ട് സൃഷ്ടിച്ചത് അപമാനം കേട്ടാലും അടി കിട്ടിയാലും സിനിമയിൽ ഇത് കിട്ടിയാലും എന്നെ കലാകാരനായിട്ട് നീ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നിന്നെ വെച്ചിരിക്കുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് നിന്നെ എൻ്റെ അല്ല എന്ന് വിശ്വസിക്കുന്ന ആൾ ടൈം ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് മുമ്പിൽ ഇന്ന് എനിക്ക് ഞാൻ കിട്ടിയ ഭാഗ്യമായിട്ട് കാണണം. അതാ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥലത്തിൽ ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ കരുതി വെച്ചതാണ്. ഇത്രയും 37 വർഷത്തിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സമയമായി. അങ്ങനെ സമയമായി വരുമ്പോൾ നമ്മൾ അഹങ്കരിക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അഹങ്കാരം ഒരു കാര്യമില്ല. ആക്ടർ പരിപാടികളോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ ബൗൺസേഴ്സ് ഫെഡറേഷൻ എന്നൊരു ക്ലബ്ബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബൗൺസേഴ്സിനെ കൂട്ടി ഏകദേശം 1000-1200 പിള്ളേരെ ഞാൻ ചെയർമാനായി ഇതിനകത്തുണ്ട്. ഞാൻ മാറ്റി വെച്ചിരിക്കും. ഇപ്പോൾ ഇവന്മാർ പടം തുടങ്ങിയും ഓരോ പരിപാടികളും വായിച്ചിട്ടെങ്കിൽ 4 പേര് 5 പേര് ഞങ്ങൾ ഡെയിലി എറണാകുളത്ത് തന്നെ നമുക്ക് പിള്ളേർ ഇഷ്ടം പറഞ്ഞു. എനിക്ക് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകും. എൻ്റെ കൂടെ 4 പേര് ഇറങ്ങി വെക്കേണ്ടത്. ഇതിപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന പയ്യൻ എൻ്റെ ട്രെയിനറും എൻ്റെ ബാക്കി മെഡിസിൻ പരിപാടി ഇങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ്, നോട്ട് ബൗൺസറായിട്ടുള്ള ആളാണ്. ഞാൻ അതുപോലും ആൾക്കാർക്ക് ഇഷ്ടമല്ല. അത് അവരിലൊരാളാണെങ്കിൽ ഞാൻ ഈ 4 പേരോടൊപ്പം നടക്കലും ഈ പറയുന്ന സംഭവങ്ങളും ഇതൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടൊരു വെയിറ്റിംഗ് ഉണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ. ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ അത് വരുമ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകണം. ഉറപ്പായിട്ടുമുണ്ട്. അതിന് ഒരു രഹസ്യം വേണം. കലാകാരനാണെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകരുടെ ഇത് കൊണ്ട് ഇഷ്ടപ്പെട്ട് കയറി അയാളെ കഴിവാണെങ്കിൽ പോലും പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ട് കയറി വന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവരാണ് വലുത് അല്ലേ. ഒരു ബിസിനസ്സിൽ ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ ബിസിനസ്സിൽ എൻ്റെ ബുദ്ധിയും പരിപാടികളും ഇതെല്ലാം ഉണ്ടാക്കി ഞാനിത് ചെയ്തിട്ട്. കലാകാരൻ അങ്ങനെയല്ല. ഈ കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം വേണ്ടാന്ന് വെച്ചാൽ മാറ്റി നിർത്തുന്ന എത്രയോ നായകന്മാരെ നമ്മൾ മുമ്പിൽ കണ്ടിരിക്കുക. ഒരു നിമിഷം കൊണ്ടെടുത്ത് ദൂരെ കളഞ്ഞില്ലേ, മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞാൽ പോയി. അപ്പം മനസ്സിൽ ഇഷ്ടപ്പെടാവുന്ന കാര്യങ്ങൾ. എനിക്ക് രാഷ്ട്രീയം പലയിടത്തുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാർ ഒരു പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയിൽ മാത്രമുള്ളല്ലോ, ആ പാർട്ടിയിലല്ലാത്ത എത്രയോ പേര് ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. രാഷ്ട്രീയം വേണം, പക്ഷേ അതുകൊണ്ട് സംഭവിച്ച എത്രയോ പേരുണ്ട്.